ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിക്കാരുടെ മെയിൻ ഐറ്റമായ പുഴുങ്ങിയിറച്ചിയും പുട്ടും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടാലോ. അന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ. നമ്മൾ ഇറച്ചി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണേ. അതിൻ്റെ ചോരയൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് നന്നായി കഴുകാട്ടോ. എന്നിട്ട് ഇറച്ചിയുടെ വെള്ളം ഊറ്റിക്കളയാട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ 2 സവാള, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്. നിങ്ങളുടെ ആവശ്യത്തിനെല്ലാം എടുക്കാം കേട്ടോ. അന്ന് നമുക്ക് അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ സ്വന്തം നമ്മൾ നട്ട് വളർത്തിയ വേപ്പിലുണ്ട് ഇട്ട് കൊടുക്കുന്നതും. നിങ്ങൾ പച്ചമുളക് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. ഞങ്ങൾ ഉണ്ടമുളകാണ് എടുത്തേക്കണേ കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് എന്നിട്ട് നമ്മൾ അടപ്പിൽ കയറ്റിയിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. നന്നായി തിരുമ്മിയിട്ട് നമ്മ പൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ കുക്കർ. അണ്ടിത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ഇറച്ചിയിലിടാനുള്ള കപ്പൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. അത് തുറക്കുമ്പോഴൊരു മണമുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളി മണമാണ് കേട്ടോ, അടിപൊളി. എന്നിട്ട് നമ്മൾ വെന്ത കപ്പ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പുട്ടുണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒന്ന് അതിലോട്ട് ഇട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെമ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പുട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തരി പോലത്തെ പുട്ട്. എന്നിട്ട് നമ്മൾ തേങ്ങ തിരുമ്മിയത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പൊടിയായിട്ടുള്ള പുട്ടാ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കുക്കർ പൊക്കി തുറന്നിട്ടുണ്ട് കേട്ടോ. കണ്ട വയസ്സ് അടിപൊളിയല്ലേ. ഇറച്ചിയൊക്കെ വര പോക്കിക്ക് നല്ല മണമാണ് കേട്ടോ. കൊച്ചിക്കാരുടെ മെയിൻ ഐറ്റമാണിത്. കണ്ട പുട്ടെടുത്തിട്ട് നമ്മുടെ കറികൾ വെച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാറ് മാത്രം മതി നമുക്ക് ആ പുട്ട് തിന്നാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.